Dear students, welcome to the another class of revision. അതിൽ നമ്മൾ തുടങ്ങാണ് 9th chapter Mechanical Properties of Solids. ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, 3-4 മാർക്ക് വരുള്ളൂ. പക്ഷെ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന മാർക്കുകളാണ്. അപ്പൊ ഒന്ന് നോക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ ഫോം മാറ്റാൻ, അതിന്റെ ആ ഷേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് ഫോഴ്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരം വസ്തുക്കളെയാണ് ഇലാസ്റ്റിക് എന്ന് പറയാ. ആ പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാ. ഇനിയിപ്പോ ഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഒരു ഫോം ഒക്കെ മാറിയിരിക്കുന്ന അവസ്ഥയിൽ ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ നിർത്തിയെങ്കിൽ ആ ഇപ്പോഴെന്താണോ മാറിയ അവസ്ഥ അതിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിനെ പ്ലാസ്റ്റിക് എന്നാണ് പറയുക. അപ്പോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയിൽ അതിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്റ്റീലാണോ റബ്ബർ ആണോ കൂടുതൽ ഇലാസ്റ്റിക്. നമ്മൾ റബ്ബർ ആണെന്ന് തെറ്റി എഴുതാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷെ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി വഴി വരുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്. അടുത്ത കാര്യമാണ് സ്ട്രെസ്സും സ്ട്രെയിനും. സ്ട്രെസ്സും സ്ട്രെയിനും ആണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നിങ്ങൾ ഡയമെൻഷണൽ ഫോമിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഏത് രീതിയിലാണ് സ്ട്രെസ് കൊടുക്കുന്നത്, ഏത് രീതിയിലാണ് സ്ട്രെയിൻ അനുഭവപ്പെടുന്നത്, മാറ്റം വരുന്നത്, അതൊക്കെ അനുസരിച്ച് വിവിധ തരത്തിലെ സ്ട്രെസ്സുകളും വിവിധ തരത്തിലെ സ്ട്രെയിനുകളും പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അടുത്തതാണ് ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ, ദാറ്റ് ഈസ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താണ് പറയുന്നത്? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോ ഇലാസ്റ്റിക് ലിമിറ്റിനുള്ളിൽ ആണെങ്കിൽ ആ വസ്തുവിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റുകളാണ് വിവിധ തരത്തിലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അവിടെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് യങ്സ് മോഡുലസ് ഉണ്ട്, ബൾക്ക് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. യങ്സ് മോഡുലസിന്റെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് യങ്സ് മോഡുലസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ ഇവിടെ ടീച്ചർ ഒരു കാര്യം പറയാതെ നിർത്തിയിട്ടുണ്ട്, കാരണം അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഹൂക്സ് ലോ പ്രകാരം സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ എവിടെ വരെ മാത്രം? ഇലാസ്റ്റിക് ലിമിറ്റില് വരെ. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മൾ ഇവിടെ ഈ ഗ്രാഫ് ഒന്ന് വരച്ചിരിക്കുകയാണ്. സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം നിങ്ങൾക്ക് കാണാം സ്ട്രെസ് കൂടും തോറും സ്ട്രെയിനും കൂടുതൽ വരുന്നു. ആദ്യം എവിടെ വരെ? ഈ പോയിന്റ് വരെ. ഈ പോയിന്റ് വരെയാണ് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം, ഏകദേശം ആ പോയിന്റ് വരെയാണ് പറയാൻ പറ്റുക സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതുകൊണ്ട് ഈ പോയിന്റിനെ നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ചെറിയൊരു അളവ് കാണാം. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് കൃത്യമായിട്ട് പറയാവുന്നത് എവിടെ വരെയുള്ളൂ? പി വരെയുള്ളൂ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ആ വാല്യൂനെ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അടുത്തപ്പോ ഈ ഇലാസ്റ്റിക് ലിമിറ്റ്, പി പ്രൊപ്പോർഷണൽ ലിമിറ്റ്, എ എന്ന് പറയുന്നത് എ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇതില് നിന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്ന് ഒരു പോയിന്റിലെത്തി, എ എന്ന പോയിന്റിലെത്തി. ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു. ഈ ഫോഴ്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കമ്പി ആണ് നമ്മൾ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. ആ മെറ്റീരിയലിലേക്ക് ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ ഭാരം കൂടുതലും തോറും ഇതിങ്ങനെ നീണ്ടു വരുന്നു. ആ ഫോഴ്സ്, ആ വെയിറ്റ് കൊടുത്തിരുന്നത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് പോയിന്റിലേക്ക് പോവില്ല, പകരം ഇവിടെയാണ് എത്തുക. അതായത് അതിൽ കുറച്ച് സ്ട്രെയിൻ റിമെയിൻ ചെയ്യും. അതില് ആദ്യം ഉണ്ടായിരുന്ന പഴയ ലെങ്തിലേക്ക് അല്ല അത് എത്തുക,
അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. അതായത് കുറച്ച് ഭാഗം അത് പെർമനന്റ് ആയിട്ട് അത് അവിടെ നിലനിൽക്കുന്നു. അതിനെയാണ് പറയുന്നത് ഓ ഡാഷിനെയാണ് പറയുന്നത് പെർമനന്റ് സെറ്റ്. ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ ഇത് നടക്കുന്നത് അതിനെയാണ് yീൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു അടുത്ത പോയിന്റ് ആണ് സി. ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ ആ സി എന്ന പോയിന്റിൽ വെച്ചിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഇതുപോലെ മാറ്റിയാലും അതിന്റെ ലെങ്ത്തിന് ഇലോങ്ങേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. പിന്നീട് സംഭവിക്കുന്നത് എന്താണ്, ഈ പോയിന്റിൽ ബി എന്ന പോയിന്റിൽ വെച്ചിട്ട് അത് പൊട്ടിപ്പോവുകയും ചെയ്യും. കാരണം വല്ലാണ്ട് നേർത്ത് വരും. നീളം കൂടുന്നതനുസരിച്ച് തിക്നെസ് കുറഞ്ഞു വരും അല്ലെ. അപ്പൊ അത് പൊട്ടിപ്പോവും. ഏത് സമയത്ത് ബി എന്ന പോയിന്റിൽ വെച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ബ്രേക്കിംഗ് പോയിന്റ് അഥവാ ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ രണ്ട് റീജിയൻസ് ഉണ്ട്. ഇലാസ്റ്റിസിറ്റി റിമെയിൻ ചെയ്യുന്ന റീജിയൻ ആണ് ഇലാസ്റ്റിക് റീജിയൻ. അതായത് ഓ മുതൽ ഈ വരെയുള്ള ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള റീജിയനെയാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയാ. ഈ തൊട്ട് ബി വരെയുള്ള നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് എന്ത്, പ്ലാസ്റ്റിക് റീജിയൻ. എല്ലാം കൂടി ഇതിൽ കൂടി കുഴക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതാണ് പ്ലാസ്റ്റിക് റീജിയൻ. എവിടെ വരെ, ഈ മുതൽ ബി വരെ. ഇത് മുതൽ ഇങ്ങോട്ട് വരെ എഴുതേണ്ടതാണ് എന്ത്, ഇലാസ്റ്റിക് റീജിയൻ. അപ്പോ ഇത്രയാണ് ഗ്രാഫ്. ഈ ഗ്രാഫ് പലതരത്തില് ചോദിക്കാറുണ്ട്. ഇത് ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കാം. എപ്പോഴും ഇത് വെച്ചിട്ട് ചിലപ്പോ രണ്ട് ഗ്രാഫുകൾ തന്നിട്ട് ഏതിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ അല്ലെങ്കിൽ ഏതാണ് സ്ട്രോങ് ചോദിക്കാം. യങ്സ് മോഡുലസ് കൂടുതലുള്ളതാണ് സ്ട്രോങ്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, റബ്ബർ എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ അല്ല. റബ്ബർ ഇലാസ്റ്റിസിറ്റി ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന മെറ്റീരിയൽ അല്ല. ഇലാസ്റ്റോമേഴ്സ് എന്നാണ് അത്തരം മെറ്റീരിയൽസിന് പറയുക. വലിഞ്ഞ് നീണ്ടൊക്കെ പോവും, പക്ഷെ അതിന്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇങ്ങനെ പോയി ഇങ്ങനെ, അതായത് ഇവിടെ ഒരു ഹീറ്റ് ലോസ് നടക്കുന്നുണ്ട് ഇത് പഴയ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ. പക്ഷെ അതൊരു വേറെ പാത്തിലൂടെയാണ് എത്തുന്നത്. ഇവിടെയാണ് സ്ട്രെസ്, ഇവിടെയാണ് സ്ട്രെയിൻ. അപ്പൊ ഈ ഇതിനെ ഇത്തരത്തിൽ ഗ്രാഫുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് ഇലാസ്റ്റോമേഴ്സ്. റബ്ബർ ഒരു ഇലാസ്റ്റോമർ ആണ്. ഇറ്റ് ഡസ് നോട്ട് ഒബേ ഹൂക്സ് ലോ. ഇനി അടുത്ത ഇതിൽ പറയേണ്ട വളരെ അത്യാവശ്യമുള്ള ലാസ്റ്റ് പോയിന്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുടെ അപ്ലിക്കേഷൻ. ഇലാസ്റ്റിസിറ്റി അറിഞ്ഞതുകൊണ്ട് എന്താണ് ഗുണം? അത് ഒരുപാട് അപ്ലിക്കേഷൻസ് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കിൽ വരുന്നുണ്ട്. ബീമുകൾ വാർക്കുമ്പോ അല്ലെങ്കിൽ ഒരു പാലം പണിയുമ്പോ ഇതിനൊക്കെ സമയത്ത് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അറിയാന്നുള്ളത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം? ബീമുകളിൽ ഒരു പാലത്തിലൂടെ കടന്നു പോകാവുന്ന വെയിറ്റ്, അതിന്റെ നടുവിൽ വരാവുന്ന വെയിറ്റ് നമുക്ക് ഏകദേശം അറിയാമെങ്കിൽ അതിനെ എത്രത്തോളം അത് താഴേക്ക് തൂങ്ങി വരാം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ തൂങ്ങൽ കുറയ്ക്കാൻ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. അതിനെയാണ് നമ്മളിവിടെ ഈ ഒരു ഫോർമുല കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫിഗർ ആണിത്. ഇപ്പൊ ഒരു ബീം വാർത്തിട്ടു, ആ ബീമിന്റെ നടുവിൽ ഇത്രയും വെയിറ്റ് വരാമെങ്കിൽ, W എന്ന വെയിറ്റ് വരാമെങ്കിൽ അതിന്റെ ഡിപ്രഷൻ, അതിങ്ങനെ താഴേക്ക് തൂങ്ങി പോകാവുന്ന അളവ്, ഡിപ്രഷൻ ഡെൽറ്റ. ഈ ഡെൽറ്റ എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ വരുന്ന ഭാരം, അതുപോലെ ബീം വാർക്കുന്ന അതിന്റെ അളവുകൾ, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, പിന്നെ ഒരു കാര്യം കൂടി ബീം ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽസിന്റെ യങ്സ് മോഡുലസ്. അപ്പൊ അതാണ് ഈ റിലേഷൻ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രഷൻ എത്രത്തോളമാണ് തൂങ്ങി താഴേക്ക് വരുന്നത്. ആ ഡിപ്രഷൻ ഈ വെയിറ്റിനെയും ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും തിക്നെസ്സിനെയും അതുപോലെ യങ്സ് മോഡുലസിനെയും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ബീമുകൾ വാർക്കുമ്പോ നമ്മൾ ചില ഷേപ്പുകൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഐ ഷേപ്പ്, ക്യാപിറ്റൽ ലെറ്റർ ഐയുടെ ഷേപ്പിൽ ബീം വാർത്തു കഴിഞ്ഞാൽ അത് ബെൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇതിനെയാണ് ഐ ഗിർഡേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ ബീമുകള്, തൂണുകളൊക്കെ വാർക്കുമ്പോ ഇങ്ങനത്തെ ഷേപ്പിലാണ് കൂടുതൽ വെയിറ്റ് താങ്ങാൻ, അല്ലെങ്കിൽ ഒരു അറ്റത്തേക്കോ മറ്റൊടത്തേക്കോ വെയിറ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ അത് ബീമുകൾ വളയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു മൗണ്ടന്റെ ഹൈറ്റ് വരെ എത്രത്തോളം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഏത് വസ്തുക്കളാണോ ആ മൗണ്ടൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ മൗണ്ടന്റെ ഉള്ളിലുള്ള വസ്തുക്കളുടെ യങ്സ് മോഡുലസ് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ 10th യൂണിറ്റ് ആണ്, 10th ചാപ്റ്റർ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇതൊരു വിധം വലിയ ചാപ്റ്റർ തന്നെയാണ്.
ഇതിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 8 കൂടുതലാവാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും നമുക്ക്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഫ്ലൂയിഡ് പ്രഷർ. ഫ്ലൂയിഡ് പ്രഷറിന് നമ്മൾ എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ? ഫോഴ്സ് ബൈ ഏരിയ. അത് നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയനെയാണ് പ്രഷർ എന്ന് പറയാ. ആ പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. പാസ്കൽ എന്നുള്ളത് പാസ്കൽസ് ലോ ആണ് ഇവിടെ പ്രഷറിന്റെ കാര്യത്തിലുള്ള ഏറ്റവും പ്രസക്തമായ ലോ. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റിന് നമ്മൾ പാസ്കലിന് എഴുതിയത്. പ്രഷറിന്റെ വേറൊരു ഇക്വേഷൻ ആണ് പ്രഷർ അറ്റയുടെ P is equal to H rho G. അപ്പൊ വേറൊരു ഇക്വേഷൻ, ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷനും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പൊ പാസ്കൽസ് ലോ എന്താണെന്നും ഡെഫിനിഷനും പഠിക്കണം. അതുകൂടാതെ അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഹൈഡ്രോളിക് ലിഫ്റ്റ് വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമുള്ളതായിരിക്കും. അത് വരയ്ക്കുക, ആ ഫിഗർ വരയ്ക്കുക, അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും കൊടുക്കുക. അപ്പോ അതിന്റെ പ്രൂഫും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്നും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷർ അത് അളക്കാനുള്ള ഒരു ഡിവൈസ് ആണ് ഈ മെർക്കുറി ബാരോമീറ്റർ. 76 സെന്റിമീറ്റർ ആണ് സീ ലെവലില് ഇത് മെർക്കുറി ഇതിനുള്ളിലൂടെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പൊ അത് കൊടുക്കുന്ന പ്രഷർ കണ്ടപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1.013 × 10⁵ പാസ്കൽ എന്നാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് പല പ്രോബ്ലംസ് വരാം, അല്ലെങ്കിൽ ഇത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഇനി അടുത്തതാണ് ബോയൻസി ആൻഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ഫ്ലൂയിഡില് ഇരിക്കുന്ന അവസ്ഥയിൽ അത് പൊങ്ങി കിടക്കുകയാണോ അല്ലെങ്കിൽ അതിൽ മുങ്ങി ഇരിക്കുകയാണെങ്കിലും അത് താഴത്തേക്ക് പോവാതെ അതിന്റെ ഉള്ളിൽ ഇമേഴ്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അതിന്റെ മുകളിലൊക്കെ എന്തുണ്ട്? ഒരു വസ്തു, ആ ലിക്വിഡ് അതിന്റെ മുകളിലേക്ക് തള്ളുന്നുണ്ട്. ആ മുകളിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്? ബോയന്റ് ഫോഴ്സ്. അത് നമ്മുടെ ആർക്കിമിഡീസ് എന്ന സയന്റിസ്റ്റ് അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിള് അത് ഒരു കഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. യുറേക്ക എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ട് സർഫസ് ടെൻഷൻ. സർഫസ് എല്ലാ പ്രതലങ്ങളും ലിക്വിഡിന്റെ ഒരു പ്രത്യേകതയാണ്, അതിനൊരു സർഫസ് ഉണ്ട്. ആ സർഫസ് എപ്പോഴും ഒരു വലിഞ്ഞു മുറുകിയ അവസ്ഥയിലാണ്. അതാണ് അതിന്റെ സർഫസ് ടെൻഷൻ ആയിട്ട് ഉള്ള ക്വാണ്ടിറ്റി. സർഫസ് ടെൻഷന്റെ ഫോർമുല ഫോഴ്സ് ബൈ ലെങ്ത്. അതുപോലെ ഒരു ക്വാണ്ടിറ്റിയാണ് ആ സർഫസിലുള്ള എനർജി. സർഫസ് എനർജിയുടെ വിലയും സർഫസ് ടെൻഷന്റെ വിലയും ന്യൂമറിക്കലി തുല്യമാണ്. ഒന്ന് എനർജി ആണെങ്കിലും മറ്റൊന്ന് ഫോഴ്സ് പെർ ലെങ്ത് ആണെങ്കിലും അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ സെയിം ആണ്. അതിലെ ഏറ്റവും അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പക്ഷെ നമുക്ക് വേഗം തന്നെ ഉത്തരം പറയാൻ പറ്റും. ആക്ഷൻ ഓഫ് ഡിറ്റർജൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ തുണികൾ കഴുകുമ്പോൾ വേഗം അഴുക്ക് പോവാനായിട്ട് വെറും വെള്ളത്തിലിട്ട് കഴുകാതെ ഡിറ്റർജന്റ് കലക്കി വെച്ച് വെള്ളത്തിൽ മുക്കി വെക്കുന്നത്? എന്തിനാണ്? സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ. അഴുക്ക് പോകണമെങ്കിൽ നമ്മള് മുക്കി വെക്കുന്ന തുണികളിലേക്ക് വെള്ളം കയറണം അതിനുള്ളിലേക്ക്. പക്ഷെ വെള്ളത്തിനും ഈ തുണികൾക്കും ഇടയിൽ ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് ടെൻഷൻ കുറഞ്ഞാലാണ് വേഗം തന്നെ ഈ തുണികളെയൊക്കെ വെള്ളത്തിൽ നനയ്ക്കാനും അതിനുള്ള അഴുക്കുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അതിനാണ് ഈ ഡിറ്റർജൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിറ്റർജൻസ് എങ്ങനെയാണ്? ഇറ്റ് റിഡ്യൂസസ് ദ സർഫസ് ടെൻഷൻ. നെക്സ്റ്റ് ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു ലിക്വിഡ്, നമ്മളിപ്പോ ലിക്വിഡിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ് പൊതുവെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്നാണ് പറഞ്ഞത്. എന്താണ്? ദോസ് വിച്ച് ക്യാൻ ഫ്ലോ. അപ്പൊ അതിൽ എന്തും വരും? ലിക്വിഡ്സും വരും, ഗ്യാസസും വരും. ഇപ്പൊ ഈ പറയുന്ന കാര്യം ലിക്വിഡ്സിന്റെ കാര്യമാണ്. ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഒരു പ്രതലത്തിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അത് പരന്നു പോവാണ്. അതിലേക്ക് ഇങ്ങനെ ഒഴുകി പടരാണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇതുപോലെ ആയിരിക്കും. നേരെ മറിച്ച് ഒരു ലിക്വിഡ് ഒരു ഗ്ലാസ് സർഫസിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുണ്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ ഇതിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ സർഫസുമായിട്ടുള്ള ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ ഈ സർഫസുമായിട്ട് ഇതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ചെറിയ ആംഗിൾ, 90-നേക്കാൾ കുറഞ്ഞ ആംഗിളും ഇതൊരു വലിയ ആംഗിളും ആണ്, അക്യൂട്ടും ഒബ്റ്റ്യൂസും. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? വാട്ടർ. ഇതാണ് എന്ത്? മെർക്കുറി. അപ്പൊ ആംഗിൾ ഓഫ് കോണ്ടാക്ട് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് തന്നെ അതൊരു പ്രതലത്തിൽ ഇരിക്കുമ്പോഴുള്ള എല്ലാ ഫിസിക്കൽ ഫിനോമിനകൾക്കും ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബാധിക്കുന്നു. അപ്പൊ അടുത്ത കാര്യമാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് ആൻഡ് ബബിൾ. ഒരു
പ്രഷർ, ഒരു ബബിൾ, ഒരു ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇതിനുള്ളിൽ മുഴുവൻ ആ ലിക്വിഡ് ഉണ്ട്, നിറഞ്ഞു നിൽക്കാണ്. ഈ ഡ്രോപ്പിന്റെ അകത്തെ പ്രഷർ ഇൻസൈഡ് എന്ന് പറയുന്നത് പ്രഷർ ഔട്ട്സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ആ ഡ്രോപ്പ് അവിടെ നിലനിൽക്കുന്നത്. ഇത് ഈ എക്സസ് പ്രഷർ, ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് എന്ന് കണ്ടെത്തല്. ഒരു ഡ്രോപ്പിനകത്താണെങ്കിൽ അത് എക്സസ് പ്രഷർ ഈസ് 2s/r, ഇതാണ് ഫോർമുല. പക്ഷെ ഒരു ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇതിന്റെ ഉള്ളിൽ പൊള്ളയാണ്. അപ്പൊ രണ്ട് സർഫസ് വരുന്നു. അപ്പൊ ബബിളിനകത്താണെങ്കിൽ, ഒരു ബബിളിനകത്താണെങ്കിൽ എക്സസ് പ്രഷർ എന്ന് പറയുന്നത് 4s/r. എന്താ ഈ r എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ്, s എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. ദെൻ കാപ്പിലറി റൈസ്, ഒരു ചെറിയ വളരെ തിൻ ആയിട്ടുള്ള ട്യൂബിലൂടെ ലിക്വിഡ്സ് മുകളിലേക്ക് കയറി വരുന്നു അഗെയിൻസ്റ്റ് ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെപ്പോഴും താഴേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ടും അതിനെ എതിർത്തുകൊണ്ട് അതാ ഒരു ചെറിയ നാല് പോലത്തെ ട്യൂബിലൂടെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏത് തരം സ്പേസിലൂടെയും കയറി വരും. നമ്മൾ വിളക്കില് തിരിയിലൂടെ എണ്ണ കയറി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് എക്സാമ്പിൾസ് ആയിട്ടും ചോദിക്കാം. അല്ലെങ്കിൽ ഈ കാപ്പിലറി ഹൈറ്റ് എത്രത്തോളാണ് ഉയരുന്നത് എന്ന് ഉള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചോദിക്കാറുണ്ട്. ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തതാണ് ഹൈഡ്രോഡൈനാമിക്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിക്വിഡ്സ് അറ്റ് റെസ്റ്റ് എന്ന ഭാഗത്തു നിന്നായിരുന്നു. ഇനിയാണ് ഹൈഡ്രോഡൈനാമിക്സ്. എന്താ ഒഴുകുന്ന ലിക്വിഡ്സിനെ കുറിച്ചാണ്, ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലിക്വിഡ്സ് പറയുന്നില്ല, ജനറലി ഫ്ലൂയിഡ്സിനെ കുറിച്ച്, അതായത് അതിൽ ഗ്യാസും പെടും. ഇപ്പൊ ഹൈഡ്രോഡൈനാമിക്സിലെ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയിനെയും വേർതിരിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയാണ് അത്, സ്ട്രീം ലൈൻ എന്താണ്, ടർബുലന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഫ്ലോ ചെയ്യുന്ന ഏരിയനെയും വെലോസിറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏരിയയും വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ ഈസ് അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് വരും. അതിൽ നിന്ന് എന്താണ് വരിക, a into v is a constant. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതിന്റെ ഒരു പ്രാവശ്യം ഇതിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിലെ ഏറ്റവും 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 ഇമ്പോർട്ടന്റ്, എത്ര പറഞ്ഞാലും തീരാത്തത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് ഈ ബെർണോളിസ് തിയറം. അതിന്റെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പഠിക്കണം, അതിന്റെ പ്രൂഫും പഠിക്കണം. ഒരു ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു പൈപ്പിലൂടെ പോകുന്ന ഒരു ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ എടുത്തിട്ട്, ഇതിൽ കൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇതിനെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് ടോട്ടൽ എനർജി, ഒരു നോൺ വിസ്കസ് സ്ട്രീം ലൈൻ ഫ്ലോയിലുള്ള ഒരു ഫ്ലൂയിഡിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആവുന്നത്, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം കോൺസ്റ്റന്റ് ആവുന്ന ആ തിയറവും പഠിക്കണം, അതിന്റെ പ്രൂഫും പഠിക്കണം. അത് എന്റെ അപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. ഞാൻ അതിൽ ചില ഡെറിവേഷൻസ് വരുന്ന ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ്, രണ്ടാമത്തെ വെഞ്ചുറി മീറ്റർ. വെലോസിറ്റി ഓഫ് എ ഫ്ലക്സിന്റെ വേറൊരു പേരാണ് ടോറിസെല്ലി തിയറം. ടോറിസെല്ലി തിയറം എന്ന് പറഞ്ഞാലും അത് വെലോസിറ്റി ഓഫ് എ ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. അതായത് അത് ഒരു ഫ്രീ ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി തന്നെയാണ് ഒരു പാത്രത്തിന്റെ അടിയിൽ, നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിന്റെ അടിയിലുള്ള ഒരു ഹോളിലൂടെ വരുന്ന ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് കണ്ടുപിടിക്കുന്നതാണ് ടോറിസെല്ലി തിയറം. അപ്പൊ ഈ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വെഞ്ചുറി മീറ്റർ എന്നത് ഒരു മെഷറിംഗ് ഡിവൈസ് ആണ്. അതിനെ ഉള്ള ഇക്വേഷനും ഡിറൈവ് ചെയ്യുക, സ്പീഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ത്രൂ എ പൈപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസ്. മാഗ്നസ് ഇഫക്റ്റ്, നമ്മൾ ബോള് സ്പിൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കാണിക്കുന്നത്. പിന്നെ ഒരുപാടുണ്ട്, എയറോഫോയിൽ, അറ്റോമൈസർ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയർ, ഇത് വെച്ചിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എല്ലാം വായിച്ചു നോക്കുക, ഏതാണ് ഇതിന് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ വലിയ ചാപ്റ്ററിന്റെ പോയിന്റ്സ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക, പ്രോബ്ലംസ് വരാൻ ഇതിൽ നിന്ന്. അപ്പൊ 11ാമത്തെ യൂണിറ്റ് ആണ് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൽ ഏകദേശം 5 മാർക്ക് മാക്സിമം വരാവുന്ന 5 മാർക്ക്, ചെറിയൊരു ചാപ്റ്റർ ആണ്. മുമ്പ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്താണ്, ഹീറ്റും ടെമ്പറേച്ചറും. ഹീറ്റും
ടെമ്പറേച്ചറും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? അതില് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഡിഗ്രി സെൽഷ്യസിലും ഫാരൻ ഹീറ്റിലും അതുപോലെ കെൽവിനിലും ഒക്കെയുള്ള യൂണിറ്റ്സിനെ എങ്ങനെ മാറ്റാം, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. പിന്നെ തെർമൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. തെർമൽ എക്സ്പാൻഷനിൽ നിങ്ങൾക്കുള്ളത് അതിന്റെ നീളത്തിലുള്ള എക്സ്പാൻഷൻ, ഏരിയയിലുള്ള എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, 3 തരത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്. ആ 3 തരത്തിലുള്ള എക്സ്പാൻഷന്റെ കോഎഫിഷ്യൻസ് ഉണ്ട്. ആൽഫ, ബീറ്റ, ഗാമ എന്നുള്ള 3 കോഎഫിഷ്യൻസ് എങ്ങനെ വരുന്നു എന്നും അത് തമ്മിലുള്ള റിലേഷൻസും അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഇതിലധികം ഡെറിവേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്, ചെറിയൊരു ഫോർമുലകളൊക്കെ വരുന്നത് തന്നെ ഇവിടെയൊക്കെയാണ്. ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് നമുക്കുള്ളത് ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരിക. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, അതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ ലേറ്റന്റ് ഹീറ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ വരുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗം കൂടിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ. 3 തരത്തിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക. ഒന്ന് കണ്ടക്ഷൻ, അടുത്തത് കൺവെക്ഷൻ, റേഡിയേഷൻ. ഈ 3 പ്രോസസ്സുകളും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഹീറ്റ് നടക്കുന്നത് എന്നാണ്. അപ്പൊ ഹീറ്റിന്റെ പാർട്ടിക്കിൾ തന്നെ ഹീറ്റഡ് പാർട്ടിക്കിൾസ് തന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് നീങ്ങിയിട്ടുള്ളതും അത് നീങ്ങാതെയുള്ളതും അതുപോലെ നമുക്ക് മീഡിയം തന്നെ ആവശ്യമില്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ സീ ബ്രീസ് എങ്ങനെ ഉണ്ടാവുന്നു, ലാൻഡ് ബ്രീസ് എങ്ങനെ ഉണ്ടാവുന്നു, വെന്റിലേഷന്റെ ആവശ്യകത എന്താണ്, ഒരു ഫ്രിഡ്ജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ മുകളിലാണ് ഫ്രീസർ എങ്കിൽ എന്താണ് ഗുണം, അതൊക്കെയാണ് ഇതിൽ വരുന്ന. റേഡിയേഷൻ, അതുപോലെ റേഡിയേഷന്റെ ലോ അതില് ഒരെണ്ണം വരുന്നുണ്ട്, അത് നോക്കി വെക്കുക. അടുത്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇപ്പൊ കൂളിംഗ് നടക്കുന്ന സമയത്ത് ന്യൂട്ടന്റെ നിയമപ്രകാരം അത് എങ്ങനെയാണ് ടെമ്പറേച്ചറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ ഇതാണ് 11ാമത്തെ ചാപ്റ്റർ. അപ്പൊ അടുത്ത ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ഏകദേശം 6 മാർക്കിന്റെ ചോദ്യം വരെ വരാം. അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് തെർമൽ ഇക്വിലിബ്രിയം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെയാണ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. സാധാരണ ലോകൾ 1, 2, 3 തുടങ്ങുമ്പോൾ ഈ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ 0th ലോ എന്ന് തുടങ്ങുന്നുണ്ട്. അതില് ബാക്കി ലോകളുടെ ആപ്ലിക്കേഷൻ, കെൽവിൻ സ്റ്റേറ്റ്മെന്റും അതുപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അതിൽ ഡിഫറെന്റ് പ്രോസസ്സസ് എന്തൊക്കെയാണ്, ഐസോതെർമൽ പ്രോസസ്, അഡിയാബാറ്റിക് പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്, ഇതിന്റെയൊക്കെ എന്താണ് പ്രത്യേകതകൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ വരുന്ന 2 പ്രോസസ്സാണ് ഐസോതെർമലും അഡിയാബാറ്റിക്കും. ആ 2 പ്രോസസ്സുകളുടെ വർക്ക് ഡൺ എങ്ങനെ കാണുന്നു എന്നതിന്റെ ഡെറിവേഷൻസ് എഴുതി പഠിക്കുക തന്നെ വേണം. എഴുതി എന്തായാലും പഠിക്കണം. ഐസോതെർമൽ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് ആൻഡ് വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ്. അതിന്റെ 2ന്റെ PV ഡയഗ്രംസും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഹീറ്റ് എഞ്ചിൻ. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. അപ്പൊ അതിനെ ഏറ്റവും ഒരു ഐഡിയൽ എഞ്ചിനെ കണ്ടുപിടിച്ച് തന്നത് സാഡി കാർണറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ കാർണറ്റ് എഞ്ചിൻ എന്ന് അറിയപ്പെടുന്നതാണ് ഒരു ഹീറ്റ് എഞ്ചിന്റെ ഒരു നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം. അതിൽ കാർണറ്റ് എഞ്ചിൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെ പ്രോസസ്സുകളാണുള്ളത്, 4 പ്രോസസ്സുകളാണുള്ളത് അല്ലെ. ആ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഇത് 4 വരുന്ന ഒരു ഗ്രാഫാണ് ഈ കാർണറ്റ് സൈക്കിൾ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതിനെയാണ് കാർണറ്റ് സൈക്കിൾ എന്ന് പറയുക. അതിന്റെ PV ഡയഗ്രാം, ഇങ്ങനെ ഷേപ്പുള്ള ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഡയഗ്രാം എന്തായാലും പഠിക്കുക. അതിൽ ഓരോ പ്രോസസ്സുകൾ ഇവിടത്തേക്ക് എഴുതി വെക്കുക. അതൊരു ഗ്രാഫില് ആണ്, PV ഡയഗ്രാം ആണ്, പ്രഷർ വോളിയം വരുന്നതാണ്. അപ്പൊ അത് ആ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക, വരച്ചും എഴുതിയും പഠിക്കാം. അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. എന്താണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്, അത് ബൈ ഇൻപുട്ടിൽ കൊടുത്തത്. അതിന്റെ അപ്പൊ അവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ വൈസ് ആണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാവും, 1 - T2/T1. ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് പറയാൻ എന്താ കാരണം, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്.
ദെൻ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു റിവേഴ്സ് ഹീറ്റ് എഞ്ചിൻ ആണ് എന്ത്, റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ തെർമോഡൈനാമിക്സിൽ. അടുത്തത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, ഈ ഹീറ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അതിൽ ഏകദേശം 2 മാർക്കൊക്കെയാണ് ചോദിക്കാറ്, പക്ഷെ അത് നമുക്ക് വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം വരുന്നത് ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെയാണ്. അത് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും ചേർത്തിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അതും വളരെ എളുപ്പമുള്ള ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ് സാധാരണ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുക. ദെൻ അടുത്തത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഇത് നമ്മൾ എണ്ണമിട്ട് എഴുതിയിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആണ്. അതിൽ നിന്നൊരു 4 എണ്ണമൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ. ആ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഗ്യാസസിനെ സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആണ്. ദെൻ അടുത്തത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതുപോലെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വെലോസിറ്റി, അതിന്റെയൊക്കെ ഫോർമുലകളും അതെങ്ങനെയാണ് വന്നതെന്ന് പഠിക്കാം. പിന്നെ മീൻ ഫ്രീ പാത്ത്, മീൻ ഫ്രീ പാത്തിന്റെ ഡെഫിനിഷനും അതിന്റെ ഇക്വേഷനും. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റുലേറ്റ്സിൽ ഒന്നിൽ വരുന്നതാണ്. 2 ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും റാൻഡം മോഷനിലാണ്, അവ തമ്മിൽ കൂട്ടിയിടികൾ നടന്നുകൊണ്ടിരിക്കും. ആ കൊളീഷൻസ് ഒരു കൊളീഷൻ കഴിഞ്ഞ് അടുത്ത കൊളീഷൻ വരെ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്നുള്ളതിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയാ. പിന്നെ അടുത്തതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രി, എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് ഒരു ഗ്യാസ് മോളിക്യൂൾസിന് എന്ന് പല മോണോഅറ്റോമിക്, ഡയറ്റോമിക് അങ്ങനെയുള്ള ഗ്യാസസിനെ പറയുന്നതാണിത്. അടുത്തതാണ് ലോസ് ഓഫ് ഇക്വിപാർട്ടീഷൻ, അതിന്റെ ഡെഫിനിഷനും ഇതിൽ പഠിക്കും. 14th ചാപ്റ്റർ ആണ് ഓസിലേഷൻസ്. അത് 5 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ തുടങ്ങുന്നത് തന്നെ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും എന്താണ്. ഒരു നിശ്ചിത ടൈം ഇന്റർവെൽ റിപ്പീറ്റ് ചെയ്യുന്നത് പീരിയോഡിക് മോഷൻ, അല്ലെങ്കിൽ ഒരു മീൻ പൊസിഷൻസിന്റെ എബൌട്ട് മീൻ പൊസിഷനെ ആസ്പദമാക്കിക്കൊണ്ട് ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന, അല്ലെങ്കിൽ ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആടുന്ന, പെൻഡുലം പോലെ നീങ്ങുന്നതൊക്കെ ഓസിലേറ്ററി മോഷൻ ആണ്. എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയോഡിക് തന്നെയാണ്, പക്ഷെ എല്ലാ പീരിയോഡിക് മോഷൻസും ഓസിലേറ്ററി അല്ല. ഇനി അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിനാണ് SHM എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ ഈ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സ് അതിനെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യപ്പെടുന്ന ദിശയ്ക്ക് നേരെ എതിരെയാണ് പ്രവർത്തിക്കുന്നത് കാണാൻ ഒരു മൈനസ് സൈൻ കൂടി ആയാലാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ നിയമാവുള്ളൂ. അപ്പൊ അതാണ് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x. അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ x നോ y നോ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. അതുപോലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. അപ്പൊ അങ്ങനെ ഡിഫറൻസിയേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് ഇത് എക്സിൽ നിന്ന് വിയിലേക്കും എയിലേക്കും ഉള്ള റിലേഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. കാരണം എക്സ്ട്രീം പൊസിഷൻസിലും മീൻ പൊസിഷൻസിലും ഒക്കെ അതിന്റെ വെലോസിറ്റി എത്രയാണെന്നോ, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി എവിടെയാണെന്നോ, 0 വെലോസിറ്റി ആവുന്ന ഏത് പൊസിഷനിലാണെന്നോ ഒക്കെ ചോദ്യം വരാം. അടുത്തതാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. അത് എവിടെയാണ് മാക്സിമം ആവുക, എവിടെയാണ് മിനിമം ആവുക. ഇതുപോലെ ഒരു പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീൻ പൊസിഷനിൽ എത്രയാണ് കൈനറ്റിക് എനർജി, എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി, മാക്സിമം ആവുന്നത് എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അത് വെച്ചുള്ള ഗ്രാഫുകളും. അപ്പൊ അത് പഠിക്കാം. ദെൻ സിമ്പിൾ പെൻഡുലത്തിന്റെ സ്പ്രിങ്ങിന്റെയും ഡെറിവേഷൻ, അതിന്റെ ഇക്വേഷൻ. സിമ്പിൾ പെൻഡുലവും സ്പ്രിങ്ങും എങ്ങനെയാണ്, ഓസിലേറ്ററി മോഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ രണ്ടിന്റെയും പീരീഡിന്റെ ഇക്വേഷൻ, സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡിന്റെ ഇക്വേഷൻ നമുക്ക് പരിചയമുള്ളതാണ്, 2π√L/g. ഇതിന്റെ ഡെറിവേഷൻ അത് നമ്മൾ വെറുതെ എഴുതിയതാണ്, അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസിൽ അത് വെച്ച് കണ്ടുപിടിച്ചതാണ്. ഇവിടെ നമ്മളത് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ ഡെറിവേഷൻ ഓഫ് എ സ്പ്രിംഗ് T = 2π√M/k. ഇത് രണ്ടിന്റെ ഡെറിവേഷനും പഠിച്ചു വെക്കാം. അപ്പൊ 15ാമത്തെ ചാപ്റ്റർ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് വേവ്സ്. പക്ഷെ ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങളത് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത പോയിന്റ്സ് ആയിരിക്കും അത്. ഇതില്
ആദ്യത്തെ പോയിന്റ് ആണ് ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താ, ഡിഫറൻസ് എന്താ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റി ഒരു സോളിഡിൽ നീങ്ങുമ്പോൾ എങ്ങനെയാണ്, ഗ്യാസസിൽ നീങ്ങുമ്പോൾ എങ്ങനെയാണ്, ലിക്വിഡ്സിൽ എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ ഇക്വേഷന്. അതുപോലെ ന്യൂട്ടൺ ലാപ്ലേസ് കറക്ഷനോടുകൂടിയ ഇക്വേഷൻ. അത് കൂടാതെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വേവിന്റെ ഇക്വേഷൻ. ഒരു വേവിന്റെ ഇക്വേഷൻ y അറ്റ് എ പൊസിഷൻ x ആൻഡ് അറ്റ് എ ടൈം t എന്നുള്ളതാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ പൊസിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5. a എന്ന് പറയുന്നത് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്, വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. k എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. ഫൈ എന്ന് പറയുന്നത് ഫേസ്. അപ്പൊ ഇവിടെ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ്, ഏതെങ്കിലും ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് വേവിന്റെ വേവ് ലെങ്ത് കാണാൻ, അതിന്റെ വെലോസിറ്റി കാണാൻ, അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കാണാൻ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രോബ്ലം വൈസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ അടുത്തതാണ് സ്റ്റേഷനറി വേവ്. സൂപ്പർ പൊസിഷൻ നടന്നിട്ട് രണ്ടോ അതിലധികമോ വേവ്സ് ഒരു മീഡിയത്തിലൂടെ ഒരേ സമയം കടന്നു പോകുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് ഈ സൂപ്പർ പൊസിഷൻ. അത് നടന്നിട്ടുണ്ടാകുന്ന വേവ്സിൽ സ്റ്റേഷനറി ആയിട്ടുള്ള വേവ്സ് ഉണ്ടാവും. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല, നീങ്ങില്ല, അവിടെ തന്നെ ആയിരിക്കും. കാരണം നമുക്കത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ കാണുകയാണെങ്കിൽ, ഒരു ഇങ്ങനെ വലിച്ചു നീട്ടിയ ഒരു സ്ട്രിങ്ങോ ഉറപ്പിച്ച് രണ്ടറ്റം ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ്ങിലുള്ള ഇതുപോലത്തെ വേവ് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതില് ഇതിപ്പോ ഞാൻ കുറച്ച് എണ്ണം വരച്ചു എന്നുള്ള എണ്ണത്തിൽ വ്യത്യാസം വരാം, പക്ഷെ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ എന്താണ്, ഇതിൽ എവിടെയാണോ നോഡ് ഉള്ളത് ആ നോഡ് എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് നോഡ് അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്സ് നന്നായി നോക്കുക. ഇവിടെ നോഡുകൾ എന്ന് പറയുന്നു, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതിന് ആന്റി നോഡ് എന്ന് പറയുന്നു. അപ്പോ മിനിമം ആംപ്ലിറ്റ്യൂഡ് അഥവാ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണ് നോഡ്സ്. നോഡ്സിനെയാണ് n കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷൻസ് ആണ് ആന്റി നോഡ്സ്. അതിനെ a കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ വരയ്ക്കാനായിട്ട് ചോദിക്കാം ചിലപ്പോഴൊക്കെ. പിന്നെ അതിൽ വരുന്നതാണ് സ്റ്റേഷനറി വേവ്സിനെ പൈപ്പ്. ഒരു എൻഡ് ക്ലോസ് ചെയ്ത പൈപ്പ്, രണ്ട് എൻഡ് ഓപ്പൺ ആയിരിക്കുന്ന പൈപ്പ്. ഇത് രണ്ട് കേസുകളാണ് അവിടെ പറയുന്നത്. അതില് നമ്മൾ പല ഹാർമോണിക്സ് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിന്റെയൊക്കെ റേഷ്യോസ്, ഫ്രീക്വൻസി, ഓരോ പൈപ്പിലും ഉള്ള ഫ്രീക്വൻസീസിന്റെ റേഷ്യോ ν1:2, ν2:2, ν3 എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് ഈ രണ്ടെണ്ണത്തിലും കണ്ടുപിടിക്കുക. അതുപോലെ ഇതിന് ചില പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു പൈപ്പിന്റെ, അതായത് ഫ്ലൂട്ട്, നമ്മുടെ ഓടക്കുഴല്, അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വയലിൻ വെച്ചിട്ട്, ഗിറ്റാർ വെച്ചിട്ട്, സ്ട്രിങ്സ് ഉള്ളതിനെയാണ് ഈ വയലിനും ഗിറ്റാറൊക്കെ. അങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോ ഇതാണ് അവസാനത്തെ ചാപ്റ്ററിലുള്ളത്. അപ്പൊ ഇതിലത്തെ മാർക്കും ഒട്ടും കളയാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാതും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ് ഫിസിക്സിൽ. മാർക്ക് വൈസ് ഒന്നും നോക്കരുത്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പൊ നന്നായിട്ട് എല്ലാ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ സഹായമായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുക.